Good morning, all. I'm Sneha Anis from BSc Chemistry. Today I'm going to deal with the topic narration. A narrative is a rhetorical mode suitable for relating a sequence of events or thoughts. Look from a broad perspective, narratives may be either fictional or non fictional. For example, right from your early childhood, you have been told stories of animal human relationship. Mowgli from Rudyard Kipling's Jungle Book is an example of the human characters in close proximity with the animal. You have also read in newspapers of incidents involving human beings and animals. Such news stories present instances of the human animal conflict as well as bonhomie. Although both these types of stories present us with the animals and humans, the former is a fictional or a made up story, while the latter is a non fictional or factual. However, any kind of writing that brings out a story, fictional or real, can be considered a narrative. സോ ആക്ച്വലി നെറേഷൻ അല്ലെങ്കിൽ നെറേറ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി ഇവൻറ്റ്സ് ഓർ തോട്ട്സ് നമ്മളുടെ ഏതെങ്കിലും ഒരു ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഒരു തോട്ടിനെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റിറ്റോറിക്കൽ മോഡാണ് നെറേഷൻ അല്ലെങ്കിൽ നെറേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇവൻറ്റ്, ഏത് ഇവൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ തോട്ട്സ് ആണെങ്കിലും അതിനെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റിറ്റോറിക്കൽ മോഡാണ് ഈ നെറേഷൻ അല്ലെങ്കിൽ നെറേറ്റീവ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഈ നെറേറ്റീവ് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫിക്ഷണൽ നെറേറ്റീവും നോൺ ഫിക്ഷണൽ നെറേറ്റീവും. ഓക്കെ, ഫിക്ഷണൽ നെറേറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഫിക്ഷണൽ നെറേറ്റീവും ഉണ്ട്. അപ്പോൾ ഈ ഫിക്ഷണൽ നെറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റിയൽ ആയിട്ടുള്ള കാര്യത്തിനാണ് ഫിക്ഷണൽ നെറേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഒരു ഇമാജിനറി സ്റ്റോറി ആണെങ്കിൽ, ഇമാജിനറി ക്യാരക്ടേഴ്സ് ഉള്ള സ്റ്റോറി ആണെങ്കിലൊക്കെ നമ്മളതിനെ ഫിക്ഷണൽ നെറേറ്റീവിലാക്കിയാണ് മാറ്റാം. ഓക്കെ, ഫിക്ഷണൽ നെറേറ്റീവിൽ വരുന്നതാണ് ഇമാജിനറി ക്യാരക്ടേഴ്സ് ഉള്ളത്, അതേപോലെ തന്നെ നോൺ റിയൽ ആയിട്ടുള്ള സ്റ്റോറീസ്. പക്ഷേ അതേപോലെ തന്നെ റിയൽ ആയിട്ടുള്ളതിനെ നമ്മൾ നോൺ ഫിക്ഷണലിലുമാണ് വരിക. ഓക്കെ, നോൺ ഫിക്ഷണൽ വരെ റിയൽ ആയിട്ടുള്ള സ്റ്റോറീസാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, സാങ്കല്പികമായിട്ടുള്ളതൊക്കെ ഫിക്ഷണലും അതേപോലെ തന്നെ റിയൽ ആയിട്ടുള്ളതും നോൺ ഫിക്ഷണലിലും ആണ് വരിക. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, ഫിക്ഷണലിൽ വരും ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, നോവലാസ്, ഇതൊക്കെ എന്താണ് ഫിക്ഷണലിൽ വരും. അതേപോലെ തന്നെ ഓട്ടോബയോഗ്രഫീസ്, ബയോഗ്രഫീസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, ഇതൊക്കെ എന്താണ് നോൺ ഫിക്ഷണൽ നെറേറ്റീവ്സിലാണ് വരിക. പിന്നെ ഈ ഫിക്ഷണൽ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു മെയ്ഡപ്പ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഓക്കെ, ഒരാൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ് എന്ത്, ഈ മെയ്ഡപ്പ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ് ഫിക്ഷണൽ നെറേറ്റീവിൽ വരിക. പക്ഷേ ഈ നോൺ ഫിക്ഷണൽ നെറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫ്, അയാളുടെ ലൈഫ് സ്റ്റോറി, അതൊക്കെയാണ് എന്ത് നോൺ ഫിക്ഷണലിൽ വരിക. In table 4.1, you can see examples of fictional narratives and examples of non-fictional narratives. So, examples of fictional narratives വരിക ഷോർട്ട് സ്റ്റോറി, നോവല, നോവൽ, ഫോക്ലോർ, ഒറേച്ചർ. അപ്പം ആക്ച്വലി ഷോർട്ട് സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നോവൽ അറിയാം. അതേപോലെ ഈ ഒറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഓറലി പെർട്ടിക്കുലർലി ഡ്യൂറിങ് ദ പ്രീ ലിറ്ററേച്ചർ ടൈംസ്. അതായത് പ്രീ ലിറ്ററേച്ചർ ടൈംസിൽ കുറേ കാലം മുന്നേ ആൾക്കാർ പറഞ്ഞ് എന്താ പറയുക, ട്രാൻസ്മിറ്റ് ചെയ്ത, ഓറലി ട്രാൻസ്മിറ്റ് ചെയ്ത സ്റ്റോറീസ്, പറഞ്ഞ് ഉണ്ടാക്കിയ സ്റ്റോറീസ് ഇല്ലേ, അതിനാണ് എന്ത് ഒറേച്ചർ എന്ന് പറയാം. ഓക്കെ, അതേമാതിരി ഫോക്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടോടി കഥകളില്ലേ, നാടോടി കഥകളാണ് ഫോക്ലോർ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് കംസ് നോവല. നോവൽസ് അറിയാമെന്ന് പറഞ്ഞു. അതേമാതിരി നോവല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സ്റ്റോറിനെക്കാട്ടി ലെങ്ത് ഉണ്ടാവും. ഓക്കെ, പക്ഷെ നോവലിൻ്റെ അത്ര ഉണ്ടാവില്ല. ഒരു നോവലിൻ്റെ അത്ര ലെങ്ത് ഇല്ലാത്ത പക്ഷേ ഷോർട്ട് സ്റ്റോറിനെക്കാട്ടി ലെങ്ത്തും ഉണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഉള്ളതിനാണ് നമ്മൾ നോവല എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഷോർട്ട് സ്റ്റോറിനെക്കാട്ടി ലെങ്ത്തും ഉണ്ടാവും, പക്ഷെ നോവലിൻ്റെ അത്ര ഉണ്ടാവില്ല, അത്ര ലെങ്ത്തും ഉണ്ടാവില്ല. ആൻഡ് അപ്പോൾ ഇത് ഫുള്ള് ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് കംസ് എക്സാമ്പിൾസ് ഓഫ് നോൺ ഫിക്ഷണൽ നെറേറ്റീവ്. അപ്പോൾ നോൺ ഫിക്ഷണൽ നെറേറ്റീവ്സ് നോക്കുന്ന സമയത്ത് ഓട്ടോബയോഗ്രഫീസ്, ലൈവ് റൈറ്റിംഗ്, ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, റിക്കൗണ്ട് ഓഫ് ഇൻസിഡൻറ്റ്സ്, ടെസ്റ്റിമണീസ് ആൻഡ് കൺഫെഷൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മറ്റേത് എന്താണ് നോൺ റിയൽ ആയിട്ടുള്ളത്, ഇമാജിനറി ആയിട്ടുള്ള സ്റ്റോറീസിനാണ്. ഇത് ഈ ഒറേഷനൊക്കെ നോക്കുന്ന സമയത്ത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ കുറേ സ്റ്റോറീസാണ്, റിയൽ അല്ല. മേ ബി റിയൽ ആണെന്നത് ഒക്കെ എന്താണ് നോൺ ഫിക്ഷണൽ വരുന്നതാണ്. ഓക്കെ, ഓട്ടോബയോഗ്രഫീസ് ഒരാളെ ലൈഫിനെ പറ്റിയിട്ട് പറയുകയാണ്, അത് എന്താ പറയുക റിയൽ ആയിരിക്കും. ആൻഡ് ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഇതൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തിലാണ് നോൺ ഫിക്ഷണൽ നെറേറ്റീവ്സിലാണ് വരിക. ആൻഡ് ഓൾദോ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഓൾദോ ദീസ് ആർ വേരിയേഷൻ ഇൻ ദ വേ നെറേറ്റീവ് സ്റ്റൈൽസ് ഇസ് എംപ്ലോയ്ഡ് ബൈ ഡിഫറെൻറ്റ് റൈറ്റേഴ്സ്, യു ക്യാൻ ഫൈൻഡ് സം ജനറൽ ക്യാരക്ടേഴ്സ് ഇൻ ദ നെറേറ്റീവ് റൈറ്റിംഗ്. അപ്പം ഇനി നെറേറ്റീവ് റൈറ്റിംഗ്സിൻ്റെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഫസ്റ്റ് വൺ, ഇത് ആക്ച്വലി ഇവിടെ 6 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലോട്ടാണ്. പ്ലോട്ട് പറഞ്ഞതാണ് ദ ഇവൻറ്റ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നെറേറ്റീവ് യൂഷ്വലി ടോൾഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. അതായത് ഒരു എന്താണ്
ഈ സംഭവം ഈ നെറേറ്റീവിനകത്തുള്ള ഇവൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇവൻറ്റ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നെറേറ്റീവ്. ഓക്കെ, ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള പ്ലോട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലോട്ട് എന്ന് പറഞ്ഞാലൊക്കെ. ആൻഡ് സെറ്റിങ്സ് എന്ന് പറയുകയാണെങ്കിൽ ദ ലൊക്കേഷൻ ഇൻ ദ ടൈം ഓഫ് ദ ഇവൻറ്റ് മെൻഷൻ ഇൻ ദ നെറേറ്റീവ്. ആ ഒരു നെറേറ്റീവിൽ പറയുന്ന ലൊക്കേഷൻ, ടൈം, ആ ഇവൻറ്റിൻ്റെ ലൊക്കേഷൻ, ടൈം, അതൊക്കെയാണ് സെറ്റിങ്സിൽ വരിക. ആൻഡ് ക്യാരക്ടേഴ്സ്, തേർഡ് വൺ ഇസ് ദ ക്യാരക്ടേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ സബ്ജക്റ്റ്, ആക്ച്വലി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ സബ്ജക്റ്റ് ഓർ പീപ്പിൾ ഇൻ എ നെറേറ്റീവ്. ദ ക്യാരക്ടേഴ്സ് മേ ഇൻക്ലൂഡ്സ് പ്രോട്ടഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ്. അതായത് എന്താണ്, ഒരു സ്റ്റോറി ആകുമ്പോൾ അതിനകത്ത് എന്താണ് സെൻട്രൽ ക്യാരക്ടർ ഉണ്ടാവും. സെൻട്രൽ ക്യാരക്ടറാണ് പ്രോട്ടഗോണിസ്റ്റ്. ഓക്കെ, പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടറാണ്. ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻട്രൽ ക്യാരക്ടറിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടർ. ഓക്കെ, അതാണ് ആൻറ്റഗോണിസ്റ്റ്. ഓക്കെ, പ്രോട്ടഗോണിസ്റ്റ് ഉണ്ട്, അതേപോലെ ആൻറ്റഗോണിസ്റ്റും ഉണ്ട്. അപ്പം എന്തായാലും എന്താണ്, ഒരു സ്റ്റോറി ആകുമ്പോൾ സെൻട്രൽ ക്യാരക്ടർ വേണം, അതേപോലെ തന്നെ ആ സെൻട്രൽ ക്യാരക്ടറിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വേണം, അതായത് ആൻറ്റഗോണിസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് കംസ് എ കൺഫ്ലിക്റ്റ്. അതാണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഈ കൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് പ്രോബ്ലം കോസ്ഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഒപ്പോസിങ് ഫോഴ്സസ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ക്യാരക്ടർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ആൻറ്റഗോണിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വില്ലൻ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടറിന് എതിരെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രോബ്ലംസ്, ഓക്കെ, വില്ലൻ ക്യാരക്ടർ ഉണ്ടാക്കുന്ന കുറച്ച് പ്രോബ്ലംസുകൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ചിലപ്പം മേ ബി അയാളുടെ ക്യാരക്ടറിന് ഉണ്ടാവുന്നതായിരിക്കണം, ഓർ ഔട്ട്സൈഡ് ഓഫ് ദ ക്യാരക്ടർ. ഓക്കെ, അതാണ് കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നൗ കം ദ റീസൊല്യൂഷൻ. അപ്പം ഓൾറെഡി ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി മേ ഷോ റിസോൾവിങ് ദ കൺഫ്ലിക്റ്റ്. ആക്ച്വലി ഈ എന്താണ്, ഈ ആൻറ്റഗോണിസ്റ്റ് കുറച്ച് കൺഫ്ലിക്ട്സ് ഉണ്ടാകും, കുറച്ച് പ്രോബ്ലംസ് കോസ് ചെയ്യും. ആ പ്രോബ്ലംസിനെ എന്താ പറയുക, എന്താണ്, റിസോൾവ് ചെയ്തും കൊണ്ട് ക്ലൈമാക്സ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ആ ക്ലൈമാക്സിനെയാണ്, അത് സോൾവ് ചെയ്തും കൊണ്ട് നമ്മൾ ക്ലൈമാക്സ് ഉണ്ടാക്കുകയാണ്. അതാണ് റീസൊല്യൂഷൻ. ആൻഡ് ലാസ്റ്റ് കംസ് എ പോയിന്റ് ഓഫ് വ്യൂ. പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ആ ഒരു നമ്മുടെ മൂവി കണ്ട അതിൻ്റെ ഒരു പോയിന്റ്, അത് ഏറ്റവും ലാസ്റ്റിലേക്കാണ് വരിക. ദ പെർസ്പെക്റ്റീവ് അഡോപ്റ്റഡ് ഫോർ എൻറ്റയറിങ് ദ സ്റ്റോറി ഇസ് കോൾഡ് ദ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ആ ഒരു മൂവി കണ്ടിട്ട് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയില്ലേ, അതെ. In narrative styles, writing is to be carried out in such a way as to hook the readers to your writing. Therefore, the impact of the narrative essay is similar to that of the fictional work. An essay may be written partially or completely in a narrative style depending on the purpose of the essay. The following guidelines will help you to make your narrative essay. So, actually, കുറച്ച് ഗൈഡ്ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഗൈഡ്ലൈൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നെറേറ്റീവ് എസ്സേ ക്രിയേറ്റ് ചെയ്യാൻ. The first guideline is the narrative essay may deal with the writer's personal experience or any other sequence of event. First person point of view is used when writing about a personal experience. You can also bring out the events of incidents objectively using the third person point of view. So actually ഒരാൾ അയാളുടെ പേഴ്സണൽ സ്റ്റോറിയാണ് എഴുതുന്നതെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുക. ഓക്കെ, ഒരാൾ അയാളുടെ പേഴ്സണലായിട്ടുള്ള അയാളുടെ സ്റ്റോറിയാണ് എഴുതുന്നത്, അയാളുടെ എക്സ്പീരിയൻസ് ആണ്, അയാളുടെ ലൈഫിൽ അയാൾ ലേൺ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുക. അതായത് അയാളിപ്പം എന്താണ് ഞാൻ, എൻ്റെ, എനിക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അതെന്താണ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളുടെ പേഴ്സണൽ സ്റ്റോറിയാണ് പറയുന്നത്. Okay, like any other essay, a narrative essay revolves around a thesis statement. Thesis statement in a narrative essay can be explicit or implied, and it may be presented in a opening or a concluding paragraphs. The opening paragraph introduces the setting and the protagonist and gives a gist of the narrative which should hook the readers to continue reading. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ആ ഒരു പ്രോട്ടഗോണിസ്റ്റ്, അപ്പം അയാളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം സ്റ്റോറി ഉണ്ടാവുക. പ്രോട്ടഗോണിസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ, അതേപോലെ തന്നെ ആ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ സെറ്റിങ്സ്, ആ പ്രോട്ടഗോണിസ്റ്റിനെ പറ്റിയിട്ട് ഒക്കെ എന്താണ് ഒരു അടിപൊളി എക്സ്പ്ലനേഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ റീഡറിന്, വായിക്കുന്ന ആൾക്ക് അതൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് റീഡ് ചെയ്യാനുള്ളൊരു തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ ഗൈഡ് ലൈനിൽ സെക്കൻഡ് വൺ പറയുന്നത്. ആൻഡ് നൗ കംസ് എ തേർഡ് വൺ, അതായത് inverted pyramid style found in the academic writing in general need not necessarily be followed in a narrative essay. അപ്പോൾ അതെന്താണ് ഒരു നമ്മൾ ആക്ച്വലി അക്കാഡമിക് റൈറ്റിങ്ങിൽ ഇങ്ങനെ ഇൻവേർട്ടഡ് പിരാമിഡ് സ്റ്റൈലിലാണ് നമ്മൾ റൈറ്റ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ജനറലി നീഡ് നോട്ട് നെസസറി ബി ഫോളോഡ് ഇൻ എ നെറേറ്റീവ് എസ്സേ. ആൻഡ് നൗ കംസ് ദ നെക്സ്റ്റ് വൺ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്.
The body paragraphs are to be arranged keeping in a mind of sense of time. Transition phrases can be used to indicate shift in the narration. അതായത് നമ്മളൊരു പാരഗ്രാഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡി ആക്ച്വലി അറേഞ്ച് ഒരു കറക്റ്റ് സെൻസിൽ വേണം ആ ബോഡി അറേഞ്ച് ചെയ്യാൻ. അല്ലാണ്ട് കുറച്ച് എന്താണ് ഇൻട്രൊഡക്ഷൻ കുറച്ച് അങ്ങോട്ട് മാറി അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടില്ലല്ലോ, അതാണ് പറയുന്നത്. ഓക്കെ, ട്രാൻസിഷൻ ഫ്രേസസ് ക്യാൻ ബി യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഷിഫ്റ്റ് ഇൻ ദ നറേഷൻ. അപ്പോൾ ആ നറേഷൻ്റെ ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിഷൻ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. Then comes the next one. The message of the narrative needs to be presented clearly in a concluding paragraph. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന പാരഗ്രാഫിൽ ഇത്രയും നമ്മളൊരു നെറേറ്റീവ് എസ്സേയിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് ആ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കണം. ആ ഒരു മെസ്സേജ് നമ്മൾ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ കൊടുക്കണം. ഓക്കെ, the writer of the narrative need not to sustain the interest of the reader by generating curiosity in the events unfolded. അപ്പോൾ എന്താണ് നമ്മൾ നീഡ്സ് ടു സസ്റ്റെയിൻ. ഓക്കെ, അതായത് നമ്മൾ ആ നെറേറ്റീവ് സ്റ്റോറി ചെയ്യുന്ന ടൈമിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ആ വായിക്കുന്ന ആൾക്ക് അയാളുടെ ക്യൂരിയോസിറ്റി പോവാണ്ട് നോക്കണം. അതായത് ഓരോ ട്വിസ്റ്റൊക്കെ വന്ന് അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണം. കുറേ ഇവൻറ്റ്സ് ഒക്കെ അൺഫോൾഡ് ചെയ്തുകൊണ്ട് അങ്ങനെ വരണം. അപ്പോഴേ ഉള്ളൂ ആ വായിക്കുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, and next one is the dialogues, description and recounting of action can be made use of to engage readers' attention. The conversational expression and contraction can be used in dialogues. അതായത് ആക്ച്വലി നമ്മളൊരു ഡയലോഗ്, ഡിസ്ക്രിപ്ഷൻ, റീകൗണ്ടിങ് ഓഫ് ആക്ഷൻസ് അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് വായിക്കുന്ന ആളുടെ അറ്റൻഷൻ എൻഗേജ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് നമ്മൾ ഒരു കൺവെർസേഷൻ കേൾക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് എക്സ്പ്രഷനൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നാണ് പറയുന്നത്. The physical description of places and things are to be presented with the objective of the helping readers to visualize. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലൊക്കേഷൻ സെറ്റിങ്സിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ, ലൊക്കേഷൻ ടൈം അതൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലേസ് തിങ്സിനൊക്കെ പറ്റിയിട്ട് ആ ഒരു വായിക്കുന്ന ആൾക്ക് റീഡറിന് ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. The conflicts and problems are to be used to create the suspense in the reader and to lead the climax and resolution of the conflict. അതായത് ഈ ഒരു കൺഫ്ലിക്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, പ്രോബ്ലം ക്ലോസ് ബൈ ദ ആൻറ്റഗോണിസ്റ്റ്. അപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ മെയിൻ സെൻട്രൽ ക്യാരക്ടറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് നടത്തും. ഓക്കെ, കുറച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നടത്തുമല്ലോ, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രോബ്ലംസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് റീഡ് ചെയ്യുന്ന ആൾക്ക് ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതേപോലെ തന്നെ ക്ലൈമാക്സിലൂടെ വന്നിട്ട് അതൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഫ്ലോയിലാണ് സ്റ്റോറി പോവുക. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്നതാണ് നെറേറ്റീവ് എസ്സേൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നൗ നെറേറ്റീവ് എസ്സേ ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എക്സാമിനൊക്കെ നെറേറ്റീവ് എസ്സേ എഴുതാൻ പറയുകയാണെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തത്. You can write a narrative essay on variety of topics. Some of your writing in this style will look like stories and you may require to use elements or personal reflection in writing such essay. And unlike other essay, you may employ first-person narrative. Here are the list of the topics suitable for the narrative essay. So actually narrative essay ക്ക് പറ്റിയ കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തത്. നമുക്ക് നോക്കാം. പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ദ ലെസൺ ലേൺ ഫ്രം ദം. അപ്പം ആക്ച്വലി നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിലുള്ള കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ദ ലെസൺസ് വി ലേൺ ഫ്രം ദാറ്റ്. ആൻഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ അറിയാമല്ലോ. സ്കൂൾ ഇയേഴ്സ്, മെമ്മറീസ് ഓഫ് എ പേഴ്സണൽ റിലേഷൻ. ഇപ്പോൾ നമുക്കുണ്ടായ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ലൈക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഏത് റിലേഷൻ ആണെങ്കിലും അതിൽ നിന്നുള്ള കുറച്ച് മെമ്മറീസ്, അതൊക്കെ. ട്രാവൽ റിലേറ്റഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ലിറ്റററി ക്യാരക്ടർ, ഇവൻറ്റ്സ് ആർ ലെഡ് ടു ആൻ അക്കാഡമിക് ഡിസ്കവറി ഓർ ഇൻവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ഓഫ് എ വെൽ നോൺ പേഴ്സൺ. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇവൻറ്റ്സ് ആർ ലെഡ് ടു എ വാർ ക്രൈസിസ് ഓർ കൺഫ്ലിക്റ്റ്, സർക്കംസ്റ്റൻസസ് ആർ ലെഡ് ടു എ ക്രിമിനൽ പ്രൊസീഡിംഗ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ, വൈഡനിങ് or narrowing divide between genders or ages, case history of a patient. അപ്പോൾ ഇതൊക്കെ എന്താണ് റിയൽ ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റോറീസാണ്. സ്റ്റോറീസ് അല്ല, എസ്സേക്ക് പറ്റിയ ടോപ്പിക്കുകളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ നെറേറ്റീവ് റൈറ്റിങ്ങിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രം ജോർജ് ഓർവെൽസിൻ്റെ ഷൂട്ടിംഗ് ആൻ എലിഫൻറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹെൻറി ലൂയിസ് ഗേറ്റ്സിൻ്റെ വാട്ട്സ് ഇൻ എ നെയിം എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു നെറേറ്റീവ് റൈറ്റിംഗ് ആണ് കൊടുത്തത്. ഈ രണ്ട് നെറേറ്റീവ് റൈറ്റിംഗ് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ നെറേറ്റീവ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇത് രണ്ടും വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തത് കാണാൻ പറ്റും. ഓക്കെ,
These all were the topic I need to take. Thank you.